പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനം ഇന്ന് പകൽക്കാലം നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഇന്ന് പകൽക്കാലം സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നമ്മൾ ഓരോ ഭാഗങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് പകൽക്കാലം വായിച്ച തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നതിന് സ്തോത്രം. ആമേൻ സ്തോത്രം. 4-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഒരാൾക്ക് ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. என் ஆத்துமா மண்ணோடு ஒட்டிக்கொண்டிருக்கிறது, உமது வசனத்தின்படி என்னை உயர்ப்பியும். പ്രൈസ് ദി ലോർഡ്. ആലിഫ് ബേത് ഗമേൽ അടുത്ത് ദാലത്ത് എന്ന് തുടങ്ങുന്ന ആൽഫബറ്റ്സ് ആണ് നമുക്ക്. ആർക്കെങ്കിലും ഹീബ്രുവിൻ്റെ ആൽഫബറ്റ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 119 സങ്കീർത്തനത്തിലുള്ളതായ ഈ ഭാഗങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ 8 വാക്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. വേഗത്തിൽ പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം. നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനുള്ള തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊരുക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ട ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി കാണുന്നു പ്രാണൻ, അത് മരണവേദനയിലായി. ദൈവത്തിന് സ്തോത്രം. മരണത്തോട് ആമേൻ മല്ലുപിടിക്കുന്ന ഒരു അനുഭവമാണ്. രണ്ടാമതായി പറയുന്നു അവൻ ഉപദേശം, എനിക്ക് ഉപദേശം തരണമേ എന്നാണ്. മൂന്നാമത് വായിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളെ ധ്യാനിക്കാൻ അവസരമൊരുക്കുകയാണ്. അതിന് അവസരമൊരുക്കണമേ. അടുത്തതായി പറയുന്ന 4-ാമത്തെ ഭാഗം. 4-ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-ാമത്തെ വാക്യം. അവിടെ ഡിപ്രഷനെ കുറിച്ച് പറയുകയാണ്. ആമേൻ സ്തോത്രം. അവിടെ ഡിപ്രഷന്റെ അനുഭവത്തിന് രോഗത്തുനിന്ന് ക്ഷാതമായ അനുഭവത്തിനെ സൗഖ്യമാക്കണമേ. ആമേൻ സ്തോത്രം. ഒരു സൗഖ്യത്തിനായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന സങ്കീർത്തനക്കാരൻ. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിന്റെ വഴി വിട്ട് ദൈവത്തിന്റെ വഴിയെ. 5-ാമത്തെ ഭാഗം എന്താണ്? വിശ്വസ്തയുടെ മാർഗത്തെ വഴിയെ കാണിക്കണം. അവിടുത്തെയും ആമേൻ സ്തോത്രം അത് തെരഞ്ഞെടുപ്പിനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നല്ല ഒരു വഴിയെ പാതയെ തിരഞ്ഞെടുക്കാനാണ്. 6-ാമത്തതായി നമുക്ക് കാണാൻ 30-ാം വാക്യത്തിൽ സ്തോത്രം 30 വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തി. 5-ാമത്തത് ദൈവത്തിന്റെ വഴി വിട്ട് ഭോഷ്കിന്റെ വഴിയിൽ എന്നോട് അകറ്റണം. അത് വായിച്ചാട്ടെ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. ഓക്കെ, ദൈവദാസൻ വായിച്ച് സഹായിച്ചത് വളരെ ഞാനിവിടെ നിന്ന് ഞാൻ നോക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്കായി അവിടെ അപേക്ഷിക്കുന്നു. അടുത്തതായിട്ടാണ് 30-ാം വാക്യത്തിലാണ് വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുപ്പ് കാണും. അടുത്തതായി കാണുന്നു 31-ാം വാക്യം. എന്താണ്? ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുതേ. ആമേൻ. 7-ാമതായി പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പനകളോട്, ആരാധനയോട്, ദൈവകൃപയോട് ചേർന്നിരിക്കുകയാണ്. ആ ഭക്തൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യരുത്? ലജ്ജിച്ചു പോകരുത്. ആമേൻ. തമിഴിൽ എന്താ പറഞ്ഞത്? വെക്കപ്പെട്ട് ആ വാക്യം ഒന്ന് വായിച്ചാണ്ട് തമിഴില്. உமது சாட்சிகள் மேல் பற்றுதலாய் இருக்கிறேன், கர்த்தாவே என்னை வெட்கத்திற்குட்பட பண்ணாதேயும். ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലജ്ജിച്ചു പോകരുത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നാം ലജ്ജിച്ച് പോകരുത് എന്നുള്ളത്. നിന്റെ ഹൃദയം അവസാനമായി പറയുന്നത് ഹൃദയ വിശാലമാക്കുക, അടുത്ത് ദൈവത്തിന്റെ വഴിയിൽ ഓടുക എന്നുള്ളതാണ് അവസാനമായി നമുക്ക് കാണുന്നത്. ഒന്നാമതായി എല്ലാ ഭാഗങ്ങളും നമുക്ക് വിശദമായി ചിന്തിക്കാനുള്ളതായ സമയം നമ്മുടെ മധ്യത്തിലില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദീർഘസമയങ്ങൾ ഈ 8 കാര്യങ്ങളും 8 മണിക്കൂർ നിന്ന് പ്രസംഗിക്കാനുള്ളതായ വിഷയമാണ്. എന്നാൽ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആമേൻ സ്തോത്രം. നമ്മുടെ പ്രാണൻ 1-ാമത്തെ ഭാഗവും ആമേൻ, അതുപോലെ 4-ാമത്തെ ഭാഗവും സ്തോത്രം വിഷാദപ്പെട്ടിരിക്കുന്ന അനുഭവം. ആമേൻ വിഷാദപ്പെട്ട് ആമേൻ സ്തോത്രം ഇരിക്കുന്ന ആ 2 വാക്യങ്ങളും ആമേൻ കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ നിരാശയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോഴാണ് അവൻ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ പലവരും ജീവിതത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ രാജ്യത്ത് കടന്നു വന്നവരാണ്. ഈ രാജ്യത്ത് മാത്രമല്ല, പലയിടത്തും അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം ആരംഭിക്കപ്പെടുന്നത്
ഒത്തിരി സ്വപ്നങ്ങൾ കൊണ്ടാണ്. എന്നാൽ പലരും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നു. അവരുടെ ജീവിതത്തിന്റെ ആയുസിന്റെ നിമിഷങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു. ഇനി ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല, ഞാൻ ഇവിടെ തീർന്നു. എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, സ്വന്തം എനിക്കോ കഴിഞ്ഞില്ല, എന്റെ തലമുറകൾ ചെയ്യട്ടെ എന്നാണ്. ആ തലമുറകൾ വിചാരിക്കും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങളുടെ തലമുറകൾ ചെയ്യട്ടെ, അവരനുഗ്രഹം പ്രാപിക്കട്ടെ, അവരെ പഠിപ്പിച്ച് വലുതാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ സ്വന്തം ഇല്ല, എനിക്ക് ഈ ആയുസ്സിൽ അനുഗ്രഹിക്കപ്പെടണം, ഈ ആയുസ്സിൽ എനിക്ക് ഈ ഭൂമിയിൽ നല്ല ഭവനം പണിയണം, ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണം, ഈ ഭൂമിയിൽ നന്നായിട്ട് വാഴണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവന്റെ എല്ലാ സ്വപ്നങ്ങൾ അവസാനിക്കുമ്പോൾ അവസാനമായും തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ ചെയ്യുക, അവന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന്റെ തിക്ത അനുഭവങ്ങളിൽ കടന്നു പോകുന്നവരുണ്ടോ, ജീവിതം മതി എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിച്ചവരുണ്ടോ, അവരോടാണ് ഇന്ന് പകൽക്കാലമുള്ള ദൂത്. നീ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ജീവന്റെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിഞ്ഞിട്ട് ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചവരുടെ ചരിത്രമല്ല. ഇവിടെ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇവിടെ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എനിക്ക് നല്ലൊരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്, ആ പ്രതിഫലത്തിനായി ഞാൻ ഓടുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും എന്ന പകൽക്കാലം. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, തന്റെ പ്രതീക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ വിഷാദത്തിൽ കഴിയുന്നവരെ, ഡിപ്രഷനിൽ കഴിയുന്നവരെ, we have to understand, ദൈവം നിങ്ങൾക്ക് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ മേൽ ഒരു hope of glory, പ്രത്യാശയുടെ നങ്കൂരം നമുക്കുണ്ട്. ഹല്ലേലൂയ. സാധാരണ മനുഷ്യരെ പോലെ, കേവലം മനുഷ്യരെ പോലെ ജീവിതം അവസാനിപ്പിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ലോകത്തിലെ താൽക്കാലിക മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് വീഴുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. യേശു കർത്താവ് എന്താണ് ചെയ്തത്? തന്റെ അവസാന നിമിഷത്തില് ഹൃദയ നുറുക്കത്തോടെ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അടുത്ത ദിവസങ്ങൾ ക്രൂശിക്കപ്പെടുന്ന അടുത്ത ദിവസങ്ങളിൽ താൻ അനുഭവിക്കുന്ന യാതനയെ ഓർത്തിട്ട് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ തന്നെ ശക്തീകരിക്കാൻ ദൂതൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളെ വേദനപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ, മനുഷ്യരാരും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിന്റെ മധ്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം ദൈവം തന്റെ ദൂതന്മാരെ അയക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നിരാശപ്പെട്ടിരുന്നപ്പോൾ, ഭാരപ്പെട്ടിരുന്നപ്പോൾ, ആരും സഹായിക്കാനില്ലാതിരുന്ന സമയത്ത് ദൈവം ചിലരെ അയച്ചിട്ട് ചില നന്മയുടെ വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് നിങ്ങൾ നിരാശപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നപ്പോൾ ആത്മഹത്യയുടെ ചിന്തകളിൽ നിന്ന് വിടുവിച്ച് നിങ്ങൾക്കൊരു ജീവൻ പകർന്ന ദൈവം ഇന്ന് മുതൽക്കാലം അവൻ ജീവിക്കുന്നു. അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി ചിന്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ മുമ്പിൽ സമയം അധികമില്ലല്ലോ. ഒറ്റ കാര്യം മാത്രം പറയാം. അവസാന ഭാഗത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തെ വിശാലമാക്കണമേ, നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതകൾ ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ ഹൃദയം ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്, ഹൃദയടുപ്പുകൾ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ ഹൃദയമെടുപ്പിനോട് ചേർന്ന് യോഹന്നാൻ ക്രിസ്തുവിന്റെ മാറോട് ചേർന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പറഞ്ഞവനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ ഒറ്റയ്ക്കായപ്പോൾ ആരും കൂട്ടുകാർ ഇന്നലെ അവരെ ആരാധിച്ചവർ, ഇന്നലെ അത്ഭുതം കണ്ടവർ, ഇന്നലെ അപ്പനുറുക്കുകൾ 5000 പേർക്ക് കൊടുത്തവർ, സന്തോഷത്തിൽ ആനന്ദത്തിലായിരുന്നവർ പത്മോസിന്റെ ദ്വീപിൽ ഒറ്റയ്ക്കായപ്പോൾ യേശുവിന്റെ മാറോട് ചേർന്നത് ഹൃദയത്തുടുപ്പുകൾ അറിഞ്ഞതായ യോഹന്നാൻ അവൻ നിരാശപ്പെട്ടു പോയില്ല, അവൻ ഡിപ്രഷനിലേക്ക് പോയില്ല, അവനെന്നേക്കുമായി തന്റെ ജീവിതം ഇനി മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചില്ല. അവിടെയും ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നുവെങ്കിൽ, അവിടെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി കരുതൽ ദൈവമുണ്ട്. പത്രോസിന്റെ ലേഖനം 5-7 വാക്യത്തിൽ കാണുന്നത് പോലെ നിങ്ങൾക്കായി കരുതലാകുക, നിങ്ങളുടെ സകല ചിന്താകുകളും അവന്റെ മേലിട്ടുകൊള്ളുകയും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയം വിശാലമാകട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന കരുതലുകളെ ഒന്ന് ചിന്തിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ ആഹ്വാനത്തോടെ അവന്റെ വാക്കുകൾ വിരമിക്കുന്ന ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും, ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.